വയനാട്ടിൽ ചെറുതായിട്ട് ഭൂചലനം അനുഭവപ്പെട്ടു, പ്രകമ്പനം, പിന്നെ വലിയ സൗണ്ട് കേട്ടു, ചെറിയൊരു പ്രകമ്പനം പല സ്ഥലത്തായിട്ടുണ്ടായിന്ന് പറയുന്നു, ന്യൂസ് കേൾക്കുന്നു. അതേപോലെ ഭയങ്കര ചൂടായിരുന്നു അല്ലേ വയനാട്ടിൽ ഈ പ്രാവശ്യം. ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചൂടായിരുന്നു വയനാട്ടിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി മഴയും കാലം തെറ്റിയുള്ള നമ്മുടെ മഴയും അതേപോലെ വേനലും ഒക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. പലരും പലരെയും കുറ്റം പറയുന്നു. പ്രകൃതി നിയമമാണല്ലേ എല്ലാം. അപ്പോൾ അതൊന്നും ആർക്കും, പ്രകൃതിയുടെ ചലനങ്ങളൊന്നും ആർക്കും തടയാൻ കഴിയില്ല. ഒരു പരിധി വരെ നമുക്കൊക്കെ പറ്റുള്ളൂ. നമ്മളൊക്കെ നിസ്സാരരായ മനുഷ്യരാണെന്ന് ഈ ഒരു ദുരന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം രാത്രി കിടന്നുറങ്ങിയ ആളുകൾ നേരം വെളുത്തപ്പോൾ ചിലർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ഉറക്കത്തിൽ സംഭവിച്ചു, ഉറക്കത്തിൽ തന്നെ പോയി. വയനാടിനൊരു തീരാ ദുഃഖമായിട്ട്, എന്നും ഒരു തീരാ ദുഃഖമായിട്ട് ആണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്.